ഹലോ കൂട്ടുകാരെ, ഞാൻ മനോജ് നെടിയാക്കൽ. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ നമുക്ക് റബ്ബർ മരത്തിൽ നിന്ന് എങ്ങനെ കൂടുതൽ പാലെടുക്കാം അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, അയാൾ വെട്ടിയ പാല് കൂടുതലായിരിക്കും, മറ്റേ ആൾ വെട്ടിയ പാല് കുറവായിരിക്കും. അതെന്തുകൊണ്ടാണ്? ഇപ്പം നമ്മൾ ടാപ്പിംഗ് അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആ ടാപ്പ് ചെയ്യുന്ന ആ ശരിയായ രീതിയിൽ ടാപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പാല് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് മുൻകാനയും പിൻകാനയും കുത്തിവെട്ടിയാൽ നമുക്ക് പാൽ കൂടുതൽ കിട്ടുമോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ മനസ്സിലാക്കാം. നമുക്കൊട്ട് സമയം കളയാതെ വീഡിയോയിലോട്ട് പോകാം. ചെയ്യാം. ആദ്യം ഒട്ടുപാൽ ഇളക്കാം. ഇതാണ് ആദ്യം നമുക്ക് ഈ മുൻകാന ഇങ്ങനെ കുത്തണം. ഉണ്ടോ? ഇങ്ങനെ കുത്തി നിർത്തണം. അതിനുശേഷം വേണ്ട ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതിങ്ങനെ വേണ്ട ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ നമ്മൾ കത്തി എടുത്ത് വെട്ടണം. പിൻകാനെ കൊണ്ട് കുത്തി നിർത്തണം. ഇപ്പം നമ്മൾ കത്തി എടുത്ത് വെട്ടിയില്ലെന്നുണ്ടെങ്കിൽ പാൽക്കുഴൽ അടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം നമ്മൾ ഇതുപോലെ ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു പ്രാവശ്യം പാൽക്കുഴൽ അടഞ്ഞു പോയി കഴിഞ്ഞാൽ അത് പട്ടമരപ്പിന് തന്നെ കാരണമാവും. അപ്പം നമുക്ക് ടാപ്പിംഗ് അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആ ശരിയായ രീതിയിലുള്ള ടാപ്പിംഗ് നടത്തിയെങ്കിലേ നമുക്ക് പാല് കിട്ടുകയുള്ളൂ. നമുക്ക് അടുത്തൊരു മരം ടാപ്പ് ചെയ്യാം. ഇതുപോലെ ആദ്യം ഒട്ടുപാൽ ഇളക്കാം. നമുക്ക് പിൻകാന ഇങ്ങനെ എത്തത്തില്ലെങ്കിൽ നമുക്ക് പിൻകാന മുന്നിൽ തന്നെ കുത്തിഞ്ഞെടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഒട്ടുപാൽ ഇളക്കാം. അതാണ്ട് ഇതേപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കണ്ടോ, ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ എടുക്കണം. അപ്പോൾ നമ്മുടെ പാൽക്കുഴൽ അടഞ്ഞു പോകത്തില്ല. അല്ല, ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ചീവി ഇടണം. എന്നിട്ട് പിൻകാനെ കൊണ്ടുവന്ന് കുത്തി നിർത്തണം. അപ്പോൾ നമുക്ക് ചുവട്ടിലുള്ളൊരു മരം വെട്ടാം. ആദ്യം ഇതിൽ ഒട്ടുപാൽ ഇളക്കാം. നമ്മൾ ഒരു പ്രാവശ്യം പാൽക്കണ്ണി അടഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നീട് അത് ശരിയായി വരാൻ പാടാണ്. അതിൻ്റെ പിൻകാന കുത്താം. ഉണ്ടോ? ഇങ്ങനെ എടുത്തെടുത്ത് വെട്ടണം. അപ്പം നമുക്ക് പാല് കൂടുതൽ കിട്ടും. ഉണ്ടോ? എന്നിട്ട് അവിടെ മുൻകാനെ കൊണ്ടുവന്ന് ഇങ്ങനെ കുത്തി നിർത്തണം. അപ്പം നമുക്ക് എത്ര പാല് കിട്ടുന്നത് അതിൻ്റെ ഒരു 25% കൂടെ കൂടുതൽ പാല് കിട്ടും നമുക്ക്. നമുക്ക് അടുത്തൊരു ചുവട്ടിലുള്ളൊരു മരം ടാപ്പ് ചെയ്യാം. ആദ്യം ഒട്ടുപാൽ വലിച്ചിളക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ പിൻകാന കുത്തണം. ഉണ്ടോ? അതിനുശേഷം വലത് കൈ മുന്നിൽ പിടിച്ച് ഇടത് കൈ പുറകിലും പിടിച്ചുണ്ട് ചെറിയ കഷ്ണമായിട്ട് ഇങ്ങനെ ചീവി ഇടുന്നുണ്ടോ? എന്നിട്ട് മുൻകാനെ കൊണ്ടത് കുത്തി നിർത്താം. അപ്പം ഞാൻ ഈ കാണിച്ചതുപോലുള്ള ടാപ്പിംഗ് ചെയ്യുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പാല് കിട്ടുന്നതായിരിക്കും. പിൻകാനയും പിൻകാനയും കുത്തി വെട്ടിയാലുള്ള ഗുണങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതാണ്ട് പിൻകാന നമ്മളിങ്ങനെ കുത്തി വെട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ അതാണ്ട് ഒരു 6 ഇഞ്ച് ഭാഗത്തുള്ള പാല് നമുക്ക് പൂർണ്ണമായിട്ടും ഇങ്ങോട്ട് കിട്ടും കുത്തി വെട്ടിയാൽ. അതുപോലെ മുൻകാന കുത്തി വെട്ടുമ്പം അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലോട്ടുള്ള പാല് ഒരു 6 ഇഞ്ച് ഭാഗത്തുള്ള പാല് കിട്ടും. അതാണ് ഈ മുൻകാനയും പിൻകാനയും കുത്തി വെട്ടാനുള്ള ഗുണങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പാല് കൂടുതൽ കിട്ടും. അപ്പം നമുക്ക് ഇതേപോലെ ശരിയായ ടാപ്പിങ്ങിലൂടെ നമുക്ക് പാലുൽപാദനം വർദ്ധിപ്പിക്കാവുന്നതാണ്. ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു. ഇനി എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.